ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബ്രെഡും തേങ്ങയൊക്കെ വെച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റമാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് മാത്രമല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 6 സ്ലൈസസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. കൈകൊണ്ടൊന്ന് പിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പോ 1/4 കപ്പോ എടുക്കാം കേട്ടോ. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്തത്. നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 ഏലക്ക കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഞാനിത് പൊടിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റിയതാണ് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മളിവിടെ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡും തേങ്ങയും പഞ്ചസാരയില്ലേ അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ലാസ്റ്റാണ് ഉപ്പ് ചേർത്തത്. ഇനി നമ്മളിത് ഫ്രൈ പാനിൽ കുറേശ്ശെ ഒഴിച്ചിട്ട് റെഡിയാക്കുകയാണ് കേട്ടോ. ഉപ്പ് ചേർത്തതാണ് കേട്ടോ ഇത്. ഫ്രൈ പാനിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുക. നെയ്യിൻ്റെ ഫ്ലേവർ ആണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. ഇനി വെളിച്ചെണ്ണ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2-3 സ്പൂണ് മാവ് ഒഴിച്ചിട്ട് നമുക്കൊരു പാൻ കേക്ക് പോലെ റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൊത്തത്തിൽ ഒഴിച്ചിട്ട് സോസ് പാനിൽ ഒഴിച്ചിട്ട് വേണമെങ്കിൽ ചുട്ടെടുക്കാം, അല്ലെങ്കിൽ ആവിയിൽ വേവിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മൊരിയിപ്പിച്ചെടുക്കാം. അപ്പോൾ ഉൾഭാഗം വെന്ത് കിട്ടണമെങ്കിൽ ചെറിയ തീയിൽ തന്നെ വെക്കണം കേട്ടോ. ഇനി കരിഞ്ഞു പോകുന്ന പേടിയാണെങ്കിൽ താഴെ പഴയൊരു പാൻ വെച്ച് കൊടുത്താൽ മതി. ഈ പാനിൻ്റെ താഴെ 2 സൈഡും റെഡി ആയിട്ട് വരുമ്പോഴേക്കും ഉൾഭാഗം കുക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള ഓരോന്നും റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഞാൻ ആദ്യം ഒഴിച്ച ആ 1 സ്പൂൺ നെയ്യ് വെച്ചിട്ടാട്ടോ ഇത് മുഴുവനായിട്ടും ചെയ്തെടുത്തത്. വീണ്ടും നെയ്യ് ഒഴിച്ച് കൊടുക്കൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാനൊക്കെ കുറച്ച് ഹെൽത്തി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവിയിൽ വേവിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റം ആട്ടോ ഇത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്